ബോളിവുഡിലുള്ള ആരാധകരാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുന്നംകുളം മിന്നേബി ക്ലബ്ബ് ഇന്നൊരു ബോധവൽക്കരണ ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ രാജഗോപാലാണ് ആ ക്ലാസ്സിന് നമുക്ക് വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ആദ്യമായി തന്നെ ഇന്ന് ഈ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഹോസ്പിറ്റൽ സൂപ്രണ്ടന്റ് ഡോക്ടർ താജ് പോളിനെ ഏതാനും വാക്കുകൾ സംസാരിക്കാൻ വേണ്ടി ചെയ്യുന്നു. പോളിയോട്ടിൽ വാരം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 1 മുതൽ 7 വരെയാണ്. നല്ല കൊല്ലം ടോട്ടലായിട്ട് നമ്മളത് ആഘോഷിക്കാറുണ്ട്. ഇന്ന് പല ആളുകളും പല സ്ത്രീകളും കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുന്നത് വളരെ വിരക്തി കാണിക്കുന്നു. അതിന് പല കാരണങ്ങളുമുണ്ട്. എന്നാൽ ഏറ്റവും നല്ല ഔഷധം ആദ്യത്തെ 6 മാസം പറയുന്നത് മുലപ്പാലല്ലാതെ വേറെ ഒന്നും ആഹാരം കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് മുലപ്പാലിന്റെ ആവശ്യകതയെക്കുറിച്ച് ഡോക്ടറിന് വ്യക്തമായിട്ടും ക്ലാസ് എടുക്കുന്നു. അതിനെക്കുറിച്ച് സംശയമുള്ളവർ ചോദിച്ചറിയണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പഴയ സൂപ്രണ്ട് എപ്പോഴും പറയാറുണ്ട്, പശുവിന്റെ കുട്ടി പശുവിന്റെ പാല് കുടിക്കും, എരുമിയുടെ കുട്ടി എരുമിയുടെ പാല് കുടിക്കും, മനുഷ്യന്റെ കുട്ടി മനുഷ്യന്റെ പാല് കുടിക്കും. അപ്പോ മനുഷ്യക്കുട്ടിക്ക് പശുവിന്റെ പാല് കൊടുത്താൽ അത് പശുവിന്റെ പാലായി തീരും, അല്ലെങ്കിൽ എരുമിയുടെ പാല് കൊടുത്താൽ അത് എരുമിപ്പാലായി തീരും. മനുഷ്യന്റെ പാല് കൊടുത്താലാണ് ശരിയായിട്ടുള്ള വളർച്ചയും അതിന് ആരോഗ്യം കിട്ടുള്ളൂ എന്ന് പറയാ. തീർച്ചയായിട്ടും ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ചും ഇത് കൊടുക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാം. ഒരു 6 മാസത്തിനുള്ളിൽ കുട്ടികൾക്ക് പനിയും ചുമയാക്കിയായിട്ട് കുട്ടികളുടെ ഡോക്ടറാണ്, നന്നായിട്ട് അറിയാം, അത് പറയും. ഒ പിയിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മുലപ്പാൽ കൊടുക്കുന്ന കുട്ടികൾക്ക് വളരെ പനികൾക്കൊക്കെ റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു നമുക്ക് ഇപ്പൊ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും രോഗപ്രതിരോധ ശക്തി ഈ മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ട്. പൊടിയായിട്ടുണ്ട്, അത് പാലിൽ കലക്കി കഴിക്കാം. മിക്കവാറും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പൊടിയായിട്ടുണ്ടാവും, പല രീതിയിലുള്ളതുണ്ട്. ആവശ്യമുള്ളവരും കഴിച്ചാൽ മതി. പാലുണ്ടെന്ന് വിചാരിച്ച് നിർബന്ധമായിട്ട് കഴിക്കുന്നുണ്ട്. നമ്മളെന്തായാലും എന്തുകൊണ്ടാണ് ഇത് എല്ലാ കൊല്ലവും വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്തിട്ട് പറയുന്നത്? കാരണം എല്ലാവർക്കും അറിയാം, മുലയൂട്ടൽ അതായത് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തുടക്കം തൊട്ടേ നമ്മൾ ഒരു അവയർനെസ് കൊടുക്കുക. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിച്ച് അവരെ ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തീമൻ അങ്ങനെയാണ്. അമ്മമാരെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ ചുറ്റുമുള്ള സൊസൈറ്റിയെ മുഴുവൻ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം കൂടുതൽ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബ്രസ്റ്റ് ഫീഡിങ് മാത്രമായി കൊടുക്കുക. അതിനുശേഷം 6 മാസം തൊട്ട് ചെറിയതായ രീതിയിൽ സപ്ലിമെൻറ്റ് ഫുഡ് കൊടുക്കാം. പിന്നെ ആദ്യത്തെ 2 കൊല്ലം മുഴുവനായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യിക്കണം എന്നാണ്. പലതര പഠനങ്ങളിലും ഇതിൻ്റെ വ്യത്യാസങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിപ്പം ബ്രസ്റ്റ് മിൽക്കിനെ കുറിച്ച് പറയുകയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ തന്നെ ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ തന്നെ പറയാം. അത് അതിൽ കൂടെ കിട്ടുന്ന പ്രതിരോധത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻസ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന വേറെ തരം അസുഖങ്ങൾക്ക്, അതായത് പ്രധാനമായിട്ടും അലർജിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വളരെയധികം പ്രതിരോധ ശക്തിയാണ്. പ്രധാനമായിട്ടും 6 മാസം എക്സ്ക്ലൂസീവായി ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ടുള്ളവർക്ക് ശ്വാസമുട്ട, അല്ലെങ്കിൽ മൂക്കിൽ അലർജി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. രണ്ടാമത് വരുന്നത് ഈ മറ്റേ അമ്മമാർക്ക് തന്നെ ഇത് ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ക്യാൻസർ, അതായത് യൂട്രസിൻ്റെ ആയാലും ബ്രസ്റ്റിൻ്റെ ആയാലും അങ്ങനെ സെർവിക്സ് ഇങ്ങനത്തെ ക്യാൻസറുകളുടെ ഒരു പ്രതിരോധം കാണുന്നുണ്ട്. അതുമാതിരി അമ്മമാർക്ക് തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ അടുത്തൊരു ഗർഭം ഉണ്ടാവുന്നതിനുള്ള ആ ഒരു ടൈം ഒരുപാട് ഗ്യാപ്പ് കിട്ടും. അങ്ങനെ അമ്മമാരെ സംബന്ധിച്ചോളം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കുട്ടികളെ സംബന്ധിച്ചോളം നേരത്തെ പറഞ്ഞ മാതിരി പ്രതിരോധശക്തി കൂടുതൽ കിട്ടുന്നു എന്ന് മാത്രമല്ല, ആവശ്യത്തിനുള്ള പ്രോട്ടീനും കാൽഷ്യവും ലവണങ്ങളൊക്കെ അമ്മമാരുടെ ബ്രസ്റ്റ് മിൽക്കിൽ കൂടെ തന്നെ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ അത് വേറൊരു കണ്ടാമിനേഷനോ അതല്ലെങ്കിൽ പുറമേ നിന്നുള്ളൊരു ഇൻഫ്ലുവൻസും ഇല്ലാതെ നമ്മുടെ ശരീരത്തിൽ കിട്ടുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള
ഗ്രോത്ത് ഡെവലപ്മെന്റ് എല്ലാം നോർമലാണ്. ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ആണെങ്കിലും കുടലുകളുടെ വളർച്ചയാണെങ്കിലും എല്ലാത്തിനും വളരെ പ്രാധാന്യം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായി ഫാമിലിക്ക് തന്നെ ഒരു ലാഭമാണ്. വേറെ എന്തെങ്കിലും കുടികൾ കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകും അതിനുള്ള ചിലവ്, അതുകൂടാതെ അതുകൊണ്ട് അസുഖങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതും നമ്മുടെ ഇത് പഠനങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട്. അതായത് അമ്മമാരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അസുഖങ്ങൾ കുറവുണ്ടുള്ളത്, അതായത് പ്രധാനമായിട്ടും കുട്ടികളിൽ കാണുന്ന ന്യൂമോണിയ, വയറിളക്കം, ചെവിപ്പഴുപ്പ്, ഇതൊക്കെ ബ്രസ്റ്റ് ഫീഡിങ് അല്ലാത്ത കുട്ടികളും ബ്രസ്റ്റ് ഫീഡ് ചെയ്തിരിക്കുന്ന കുട്ടികളും കമ്പയർ ചെയ്യുമ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്തിരിക്കുന്നവർക്ക് വളരെ കുറവാണ് കാണുന്നത്. അപ്പം അത്തരം അസുഖങ്ങളുടെ കുറവ്, അതുകൊണ്ടുണ്ടാകുന്ന മരണനിരക്ക് കുറവ്, ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള കാരണം പൊതുവേ മൊത്തത്തിൽ തന്നെ നമ്മുടെ നാഷൻ തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടും ചെയ്യേണ്ട ഒരു പ്രധാന ഘടകമാണ് നമ്മൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിൽ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ ഇക്കൊല്ലവും വീണ്ടും നമ്മളെല്ലാവരും ഇവിടെ സമ്മേളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നിങ്ങൾ മാത്രം അറിയാമെന്നല്ല, ഇത് നിങ്ങൾ അടുത്ത ചുറ്റുവട്ടത്ത്, അതായത് പല സ്ഥലങ്ങളിലും പല ഗ്രൂപ്പുകൾ തന്നെ ഉണ്ട് ഇതിനായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ എവിടെയെങ്കിലും ബ്രസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിൽ യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ തന്നെ നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകൾ നടത്തി കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു ദിവസം മാത്രമല്ല, സ്ഥിരമായിട്ട് തന്നെ. അത് കഴിഞ്ഞ് അവർ അതായത് സൊസൈറ്റിയിൽ പോകുമ്പോൾ ആ ചുറ്റുപാട്ടത്തുള്ള ആൾക്കാരുകൾ ഓൾറെഡി ഫീഡിങ് നടത്തിയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്താൽ. കാരണം ഇതിൽ നമ്മുടെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരുടെയും പ്രധാന കംപ്ലൈൻറ്റ് ഇതാണ്, ഇപ്പോൾ പാലില്ല. അപ്പോൾ പാലില്ല എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ വരുന്ന കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനമാണ്. അതാണ് ഇതിൽ ഏറ്റവും ഇമ്മ്യൂണിറ്റി കിട്ടുന്ന സാധനം. തുടക്കത്തിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷേ അത് രണ്ടാമത്തെയും മൂന്നാമത്തെ ദിവസങ്ങളാകുമ്പോഴേക്കും അത് ശരിയായി വരും. അപ്പോൾ ഇനീഷ്യൽ ഫേസിൽ നമ്മൾ അങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ തന്നെ പൊതുവേ ഉണ്ടാകുന്ന മിൽക്കിൻ്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യണം. കാരണം ഇതൊരു റിഫ്ലക്സ് ആണ്. അതായത് നമ്മുടെ ബോഡിയിൽ നമ്മൾ സ്ട്രെസ്സുള്ള, നമ്മൾ റിലാക്സ് ചെയ്ത് നമ്മൾ ഫീഡ് ചെയ്യാൻ തുടങ്ങുന്നതോറും പാലിൻ്റെ അളവ് കൂടും. എത്ര ഫീഡ് ചെയ്യണോ അത്രയും കൂടുതലായിട്ട് പാലുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ബ്രെയിനിലൊരു കൺട്രോൾ ഉണ്ടാവുന്നത് കുട്ടി നിപ്പിളുമ സക്ക് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ ബ്രെയിനിലാണ് ആ റിഫ്ലക്സ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഹോർമോണുകളായിട്ടുള്ള പ്രൊലാക്റ്റിനും ഓക്സിറ്റോസിനും എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ ബ്രസ്റ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അവിടെ നിന്നുള്ള ഈ പാലിൻ്റെ അളവ് കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ചെയ്യാന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും കൊടുക്കാൻ തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി ഫീഡിങ്ങിൻ്റെ ഫ്രീക്വൻസി കുറയും, അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പാലിൻ്റെ അളവ് കുറയും. അപ്പോൾ പിന്നെ വീണ്ടും വേറെ എന്തെങ്കിലും തുടങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ വീണ്ടും ബുദ്ധിമുട്ടുകൾ തുടങ്ങും. പിന്നെ ശ്രദ്ധിക്കേണ്ട അമ്മമാരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിപ്പിളിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ചിലപ്പോൾ ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുക, അതല്ലെങ്കിൽ പൊട്ടലുകളുണ്ട്, അല്ലെങ്കിൽ ബ്രസ്റ്റിൽ കണ്ടപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കി അതിനുള്ള ചികിത്സകൾ എടുത്താൽ ആ തുടക്കത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റാം. അപ്പോൾ ആകെ മൊത്തം ഞാൻ പറഞ്ഞു വരുമ്പോൾ ഈ സംഭവം ഇവിടെ മാത്രം നിൽക്കുന്നതല്ല, നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പരിസരങ്ങളിലുള്ള ആരെങ്കിലും ഇനിയിപ്പോൾ ഇതിന് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടിയും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം മുലപ്പാൽ കൊടുക്കുന്നത് അമ്മയുടെ മാത്രം ഒരു ഡ്യൂട്ടിയല്ല, അതിന് ആ കുടുംബത്തിലെ എല്ലാവരെയും സപ്പോർട്ട് വേണം. ആ കുട്ടി വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി, ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അതാത് സ്ഥാപനങ്ങളിലുള്ള പഠിക്കുന്ന ആളുകൾ കൂടെ അതിലേക്ക് കൺസെപ്റ്റ് കൊടുക്കണം. അതായത് ഒരു താല്പര്യം എടുക്കണം. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് പലപ്പോഴും ശമ്പളത്തോടു കൂടിയുള്ള അവധിയാണ് കൊടുക്കുന്നത്. 6 മാസമുള്ള അവധി കൊടുക്കുന്നുണ്ട്. 2 കൊല്ലം വരെ മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടി ആവശ്യമുള്ളപ്പോൾ ലീവ് എടുക്കാനായിട്ടുള്ള ശമ്പളത്തോടു കൂടിയുള്ള ലീവ് തന്നെയാണ് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. പലയിടത്തും ജോലി സ്ഥലങ്ങളിൽ തന്നെ നഴ്സറികളുണ്ട്, കുട്ടികളെ ഫീഡ് ചെയ്യുന്നത്, പല ഹോസ്പിറ്റലുകളിലുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് അതിൻ്റെ പ്രാധാന്യമാണ്. എത്രത്തോളം നമ്മൾ കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ അത്രയും നല്ലത്. 2 കുട്ടികൾക്ക് പാല് കൊടുത്ത് വളർത്തിയിട്ടുള്ള ഒരു അമ്മ ഏത് കുട്ടിക്കും കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത് അതിൻ്റെ ഗുണം ആ കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അവരുടെ ബുദ്ധിയിലുണ്ടാവും, അവരുടെ വളർച്ചയിലുണ്ടാവും, രോഗപ്രതിരോധ ശേഷിയിലുണ്ടാവും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അതൊരു മടി കാണിക്കരുത്. പ്രത്യേകിച്ച് ജോലി എടുക്കുന്ന അമ്മമാരോട് പറയുന്നത് എക്സ്പ്രസ് ബ്രസ്റ്റ് മിൽക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നു. ജോലിക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് പാല് എക്സ്പ്രസ് ചെയ്ത് വെക്കാം. അതിന് വേണ്ട ബ്രസ്റ്റ് പമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇതിലേക്ക് തന്നെ അത് എക്സ്പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കേടുകൂടാതെ തന്നെ കുട്ടിക്ക് അത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അമ്മയുടെ പാലിൻ്റെ ഗുണം ഒന്നും തന്നെ കുട്ടിക്കും കിട്ടും. അമ്മ കൂടെ പാല് കൊടുക്കുന്ന അമ്മമാരെ കൂടുതൽ സുന്ദരികളായിട്ടാണ് കാണുന്നത്. മാത്രമല്ല അമ്മയും കുട്ടിയായിട്ട് ഒരു ബോണ്ടിങ് വളരെയധികം നല്ല ജീവിതത്തിലേക്ക് വേണ്ട പ്രധാനമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടാവണമെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് തന്നെ വേണം. വിദേശങ്ങളിലും നമ്മുടെ നാട്ടിലും ഒക്കെ ഇപ്പോൾ ഇതിനുള്ള പ്രൊമോഷൻ കൂടി വരികയാണ്. അതിലേക്ക് നമ്മൾ ഇന്നർ വീൽ ക്ലബ്ബ് ചെയ്യുന്നത് മുലപ്പാൽ നാച്ചുറലി തന്നെ ഉണ്ടാവാനായിട്ട് നമ്മൾ പറയാറുണ്ട്, നാട്ടിൽ പറയാറുണ്ട് അല്ലേ, മുരിങ്ങയുടെ ഇലയിൽ തന്നെ കഞ്ഞി കൊടുക്കും. അങ്ങനെ ആ ഒരു അതിനൊരു മെഡിസിൻ കാര്യമുണ്ട്. അപ്പോൾ ആ കണ്ടന്റ് കുട്ടിയുള്ള മരുന്നുകളാണ് നമ്മൾ കൊണ്ടുവയ്ക്കുന്നത്. ആ മരുന്ന് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് പീഡിയാട്രീഷ്യൻ നമുക്ക് പറഞ്ഞു. ബ്ലാക്ക് ബെയർ എന്ന് പറഞ്ഞിട്ടുള്ള പൊടിയാണ്. അതൊരു സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും
സപ്പോർട്ട് ആയിരുന്നു. അതൊരു സപ്പോർട്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇതുകൊണ്ടെല്ലാം നിൽക്കുന്നതല്ല, നമ്മൾ എത്രത്തോളം കുഞ്ഞിന് ക്ഷമയോടുകൂടി പാല് കൊടുക്കുന്നു അത്രത്തോളം പാലുണ്ടാവും. അത് എനിക്ക് പല അമ്മമാരും കംപ്ലൈൻറ്റ് പറയുന്നത് കേൾക്കാം. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പലരും പറയും പാലില്ല. അതൊരു ലെയിം എക്സ്ക്യൂസാണ്. അതായത് ഒരു മുടന്തന്നെയാണ്. ക്ഷമയോടുകൂടി നമ്മൾ ഇരുന്ന് പാല് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും പാലുണ്ടാവും. സ്വന്തം കുഞ്ഞിന് കൊടുക്കാനുള്ള പാല് ഒരമ്മയുടെ ശരീരത്തിൽ തന്നെ എന്തായാലും ഉണ്ടായിരിക്കും. വല്ല രോഗങ്ങൾ കൊണ്ടാണ് മാത്രമാണെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫീഡ് കൊടുക്കാൻ പറയാറുണ്ട്.